ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി ചെറുതായി അരിഞ്ഞു വെക്കണം. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ ഇഞ്ചി അരിഞ്ഞതിനെ ഇട്ട് നന്നായി വറുത്ത് കോരാം. കുറച്ച് നേരം നന്നായി വറുക്കുമ്പോൾ അത് ചുവക്കെ മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചുവന്നുള്ളി അരിഞ്ഞതും 6-7 വെളുത്തുള്ളി അല്ലിയും ഇതിലേക്കിട്ട് അതും കൂടി വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ ദഹന പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഔഷധമാണ്. ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. അരയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമുക്ക് ആ പാനിലെ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് കോരി വെക്കാം. നമുക്ക് വേറെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂക്കുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. പൊടികൾ മൂത്ത് വരുമ്പോൾ ഒരൽപ്പം വെള്ളം ഒഴിച്ച് അതൊന്നുകൂടി മിക്സ് ചെയ്ത് ഇളക്കാം. ഇപ്പോൾ തീ കുറച്ചിട്ടാൽ മതി. ഇതുപോലെ ഒന്നും കൂടെ അത് വഴറ്റിയെടുക്കാം. ഇതിനുള്ളിൽ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കണം. ആ പുളി നന്നായി പിഴിഞ്ഞ് അതിലെ വെള്ളം മാത്രം ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് ആ പൊടിയെല്ലാം ഈ വെള്ളത്തിലേക്ക് നന്നായി മിക്സ് ആകുമ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നീട് അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ജാറ് കഴുകി വെള്ളം ഒഴിക്കാവുന്നതാണ്.
നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ശർക്കര പാനി ഒഴിക്കാവുന്നതാണ്. ആ ഇഞ്ചിയുടെ ഒരു ചവർപ്പൊക്കെ മാറാനായിട്ട് ഈ ശർക്കരയുടെ ടേസ്റ്റ് സഹായിക്കും. പിന്നീട് തേങ്ങ വറുത്തതുമിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ വയ്ക്കാം. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി നല്ലൊരു പാകത്തിനാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അതുവരേക്കും ചെറിയ തീയിൽ തിളയ്ക്കട്ടെ. ഇത് കുറേ ദിവസം കേടാകാതെ ഇരിക്കും. ഇതൊരു ഗ്ലാസ് ബോട്ടിലിലോ സ്റ്റീൽ പാത്രത്തിലോ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.